ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ഇല്ല കേട്ടോ. തറാപ്പിക്കൊന്നും പോകാതെ ചെറുക്കൻ എളി കയറി ഇരിക്കുവാണേ. ഞാൻ പറഞ്ഞു ഇവനോട് ഒരു ഓട്ടോ വിളിച്ച് തറാപ്പിക്ക് പോയിട്ട് വരാം. അപ്പം ഇവൻ പോകുന്നില്ല, ഇവന് മടി. ഞങ്ങൾ തറാപ്പിക്കൊന്നും പോയില്ല കേട്ടോ. അല്ലേ, എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? നമ്മൾ വലിയൊരു സുഖമില്ലാത്തതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ കുഞ്ഞാ? മോന്ത് വീർപ്പിച്ച് വെച്ചേക്കും. എന്തിനാണെന്നറിയില്ല മോന്ത് വീർപ്പിച്ച് വെച്ചേക്കുന്നത്. ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ല കേട്ടോ, തെറാപ്പിക്ക് പോയില്ല. എനിക്ക് നടുവേദനയുടെ കാണിക്കണമായിരുന്നു. പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടനെ സർജനെ കാണിക്കണമായിരുന്നു. ഉണ്ണിക്കുട്ടൻ്റെ ഇന്നലെ ഉച്ചയായപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നേരെ നിൽക്കും, സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഉച്ചയായപ്പം അവിടുന്ന് സ്കാൻ ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടന് അപ്പൻഡീസാന്ന് പറഞ്ഞു, മൂത്രത്തിൽ കല്ലില്ല, അപ്പൻഡീസാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും സർജൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമില്ല, കാണിക്കണ്ട, അല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഉണ്ണിക്ക് ചെറുതായിട്ട് വേദന ഉണ്ടായിരുന്നു കേട്ടോ. വേദനയുടെ മാത്രമല്ല, സർജനെ കാണിക്കേണ്ടതല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഇന്ന് സർജനുള്ള ദിവസമായിരുന്നു. രാവിലെ ഉണ്ണിക്കുട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അതല്ലാതെ ഉണ്ണിക്കുട്ടൻ ഇന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടന് ഛർദിയായിരുന്നു കേട്ടോ. കഴിച്ചത് മൊത്തം ഛർദ്ദിച്ചു പോയി, ഒട്ടും വയ്യാതായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ആദൂട്ടിയും ഞാനും ഉണ്ണിക്കുട്ടനും കൂടി മരുന്നിന് പോയി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൻഡീസ് എന്തായാലും ഓപ്പറേഷൻ ഉണ്ണിക്കുട്ടന് വേണം, സർജറി ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ വേദന വന്ന് 24 മണിക്കൂറിനുള്ളിലാണെങ്കിൽ അന്നേരം തന്നെ നമുക്ക് അത് അപ്പൻഡീസ് അതെടുത്ത് കളയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വേദന വന്നിട്ട് 2-3 ദിവസമായില്ലേ. അപ്പോൾ അപ്പൻഡീസിൻ്റെ മേളിൽ കൂടി കുടൽ ഇതായി കാണും. ഈ ദഹനം കുറവല്ലേ, അപ്പോൾ കുടൽ കയറിയിട്ടുണ്ടാവും. അതിപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുടലിന് മുറിവ് പറ്റാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 6 ആഴ്ച കഴിഞ്ഞിട്ട് സർജറി ചെയ്യാമെന്നാണ് പറഞ്ഞത്. 6 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്തേ പറ്റുള്ളൂ. മരുന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതിരിച്ചിരി കുറഞ്ഞു വരില്ലേ, കുറഞ്ഞു വരുമ്പം ഉണ്ണിക്കുട്ടൻ എന്തായാലും സർജറി ചെയ്തേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെയെന്ന് പറഞ്ഞാൽ മൈക്ക് ഡോക്ടർക്ക് എഴുതി തന്നിട്ടുണ്ട്. മൈക്ക് ഡോക്ടർ നേരത്തെ ചെന്ന് സാറിൻ്റെ സമയം പോലെ നോക്കിയിട്ട് മോനെയും കൊണ്ട് പോയി കാണിക്കണം. എന്നിട്ട് മൈക്ക് ഡോക്ടറെ ഈ 6 ആഴ്ച കഴിഞ്ഞിട്ടുള്ള മൈക്ക് ഡോക്ടർക്ക് സമയം എപ്പോഴാണ് നമ്മളോട് നോക്കണം എന്ന് പറഞ്ഞ് അത് എഴുതി തന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ തെറാപ്പിക്ക് പോകുന്ന ഹോസ്പിറ്റലായതുകൊണ്ട് നമ്മളെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവർ വിശദമായി തന്നെ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഈ 6 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ 6 ആഴ്ച കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ചെയ്യണ്ട, പക്ഷേ പോകാൻ ഒരു സാധ്യതയും ഇല്ല. സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടന് 14 വയസ്സ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം ഇത് ഓപ്പൺ സർജറി വേണ്ട, കീ ഹോൾ സർജറി ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുമല്ല, സാധാരണ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവരെ ഒന്നും നോക്കിയാല, അവരെടുത്ത് ചാടി ചെയ്യും. നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ, പിന്നെ ഇത് താലൂക്ക് ആശുപത്രിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യുള്ളൂ, 6 ആഴ്ച കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ എടുത്ത് ചാടി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സർജറി ഉറപ്പാണ്, പക്ഷേ എടുത്ത് ചാടി ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പം അപ്പം ഞാൻ ചോദിച്ചു ഈ 6 ആഴ്ചയ്ക്കുള്ളിൽ ഇടയ്ക്ക് വേദന വന്നാലോ എന്ന് ചോദിച്ചു, നല്ല ശക്തിയായ വേദന വന്നാലോ എന്ന്. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ശക്തിയായി വേദന വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലണം. അപ്പം അന്നേരമാണ് നമുക്ക് ഒരു വിഷയമുള്ളത്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പം 2-3 ഡോക്ടർമാർ, സർജന്മാർ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഡോക്ടറെ കൊണ്ട് ഒരിക്കലും ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. 2 പേരും എന്തായാലും വേണം. അന്നേരം നമ്മൾ വരുമ്പം നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഇവിടെ ഡോക്ടർമാരില്ലാതായി പോയിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മൾ പുറത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പുറത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അർജൻറ്റായിട്ട് ചെയ്യേണ്ട വരും. അങ്ങനെ ഇവിടെ വരുന്നത് 100 പേരിൽ 10 പേർക്ക് അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും ആവണ്ട, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് സാറ് വിട്ടത്. പിന്നെ ഫുഡിൻ്റെ കാര്യം ചോദിച്ചു. ഉണ്ണിക്കുട്ടന് ഇന്നലെ ഛർദി വരാൻ കാരണം ഉണ്ണിക്കുട്ടന് പറ്റിയില്ലാത്ത ഫുഡ് എന്തോ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്, അത് ദഹനം ഇല്ലാതെ ചെല്ലുമ്പോഴാണ് ഈ ഛർദി വരുന്നത്. അതുകൊണ്ട് കഞ്ഞി, ഒരാഴ്ചത്തേക്ക് കഞ്ഞി, എരിവില്ലാത്ത ചമ്മന്തി, ഇച്ചിരി എരിവൊക്കെ ഇട്ടിട്ടുള്ള, ചെറിയായിട്ട് എരിവിട്ടിട്ടുള്ള ചമ്മന്തി,
അങ്ങനത്തെ ഫുഡുകൾ മാത്രമേ ഉണ്ണിക്കുട്ടന് കൊടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഒരാഴ്ചത്തേക്ക് കേട്ടോ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് സാധാരണ പോലെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ 5 ദിവസം 6 ദിവസം കഴിയുമ്പോൾ വീണ്ടും കൊണ്ടുപോയി സാറിനെ കാണിക്കണം. സാറിനെ കാണിച്ചിട്ട് വീണ്ടും 5 ദിവസത്തേക്കുള്ള മരുന്ന്, ഈ 1.5 മാസം 6 ആഴ്ച കണ്ടിന്യൂ മരുന്ന് വേണം കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും വരേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് വേദന കൂടുവാണെങ്കിൽ അന്നേരം തന്നെ വരാൻ പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ അന്നേരം നമ്മൾ വരുമ്പം ഡോക്ടർമാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ചെയ്യും. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഫുഡ്, ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെ ഒന്നും പറ്റിയല്ല, കഞ്ഞിയാണ് ഒരാഴ്ചത്തേക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ സ്കൂളിൽ പോകുന്നത് കുറച്ച് വേദന കുറഞ്ഞിട്ട് സ്കൂളിൽ വിട്ടുമെന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ സ്കൂളിൽ വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പം കുറച്ച് ദിവസം എന്തായാലും നല്ലൊരു ലീവ് വരുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും അവനെ സ്കൂളിൽ വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വേദന കുറഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ. അവനോട് സ്കൂളിൽ പോകുന്ന പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് അവൻ നാളെ തന്നെ പോവാന്നാണ് പറഞ്ഞു ഉണ്ണിക്കുട്ടൻ. പിന്നെ വേറെ അതെല്ലാം കഴിഞ്ഞ് ഡോക്ടറോടൊക്കെ സംസാരിച്ച് കുറേ നേരം സംസാരിച്ചു കേട്ടോ. സംസാരിച്ചെല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോൾ മരുന്ന് മേടിക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് 5 ദിവസത്തേക്കുള്ള മരുന്നേ ഉള്ളെന്ന്. ഞാൻ വീണ്ടും സാറിൻ്റെ അടുത്തേക്ക് പോയി. സാർ എന്നോട് പറഞ്ഞു 5 ദിവസത്തേക്കുള്ള മരുന്നേ ഉള്ളൂ, ഇടയ്ക്ക് വന്നിട്ട് എന്തായാലും നമ്മളെ കാണണം, ചെക്കപ്പ് ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് 5 ദിവസത്തേക്കുള്ള മരുന്ന് എഴുതിയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മൈക്ക് ഡോക്ടർക്കൊക്കെ ഉള്ളതൊക്കെ എഴുതി തന്നു കേട്ടോ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ വലിയൊരു സമാധാനം. അവർ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാനും കൊച്ചും കൂടിയാണ് കേട്ടോ പോയത്. ഭയങ്കര തിരക്കായിരുന്നു, ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മളെ കണ്ട് ആളുട്ടിനെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് പറഞ്ഞു കയറി വരാൻ പറഞ്ഞു അല്ലേ. കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി ഡോക്ടറെയൊക്കെ കണ്ട് ഉണ്ണിക്കുട്ടിൻ്റെ സർജറിയുടെ ഡേറ്റ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട്. ഇടയ്ക്ക് വേദന എങ്ങാനും വന്നിട്ടുണ്ടെങ്കിലാണ് പണി കിട്ടുള്ളൂ. ഡോക്ടർമാർ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണാർക്കാട് പ്രൈവറ്റ് ആശുപത്രിയിൽ എവിടെയും പോകേണ്ടി വരും. നോക്കാമല്ലേ, എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. എന്തായാലും സർജറി വേണം, പക്ഷെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഉണ്ണിക്കുട്ടിന് ഒത്തിരി വേദനയൊന്നും വരാതിരിക്കാൻ, ഈ 6 ആഴ്ച കടന്നു പോകാനും ഡോക്ടറുടെ ഉണ്ടാകാനൊക്കെ പ്രാർത്ഥിക്കുക. കാരണം ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് തൊട്ടടുത്താണ്. നമുക്ക് എപ്പോൾ വേണേലും പോവാം. എല്ലാവരെയും അറിയാവുന്നവർ, നമുക്ക് നല്ല ഇവർക്കായിട്ട് ഇവിടെ നല്ല സ്വാതന്ത്ര്യമുണ്ട് ഡോക്ടർമാരൊക്കെ ആയിട്ട്. എല്ലാവരുമായിട്ട് നമ്മൾ നന്നായിട്ട് അറിയാവുന്നവരൊക്കെ ആകുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. ഇവിടെ തന്നെ 1.5 മാസം കഴിയുമ്പോൾ ചെയ്യണമെന്ന് തന്നെ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. എന്നോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിട്ട് എല്ലാവരുമായിട്ട് ആലോചിക്കുക, ഇവിടുന്ന് ചെയ്യണോ, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണോ, പുറത്തു പോയി ചെയ്യിപ്പിക്കണോ എന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞു വേണ്ട സാറേ, എനിക്കെന്തായാലും ഇവിടെ നല്ല വിശ്വാസമാണ് ഡോക്ടർമാർ. അപ്പം എന്നോട് പറഞ്ഞു വേണ്ട, ഇവിടുന്ന് തന്നെ മതി സാറേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സർജറി ഡേറ്റ് മൈക്ക് ഡോക്ടർ ഡേറ്റും കൂടി നോക്കിയിട്ടായിരിക്കും. എന്തായാലും 1.5 മാസം കഴിഞ്ഞ് സർജറി ആയിട്ട് ഇതായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിപ്പോഴേ എടുത്ത് കളയുന്നതാണ് നല്ലതെന്നും പറഞ്ഞു കേട്ടോ. ഇപ്പോഴേ എടുത്ത് കളയുവാണെങ്കിൽ പിന്നെ കൊച്ചു വലുതായി വരുന്തോറും ഒരു ബുദ്ധിമുട്ടില്ലാതെ വരും. പിന്നെ അല്ലെങ്കിൽ അവനത് പിന്നെ കുറച്ചങ്ങ് വലുതായി കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അതൊരു ബുദ്ധിമുട്ടായി വരില്ലേ. അതുമല്ല അടുത്ത കൊല്ലം 10ാം ക്ലാസ്, ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായി വരുന്നെങ്കിലും അതൊരു ബുദ്ധിമുട്ടാവൂലേ. അതിലും അതും ഇപ്പം തന്നെ എടുത്ത് കളയുന്നല്ലേ. ആളിവിടെ ഉണ്ട്, ഉൾക്കൂടം കയറി കിടക്കുവാണ്. ഒരു ഛർദി കഴിഞ്ഞാൽ ക്ഷീണമൊക്കെയാണ്. ഭയങ്കര വിശപ്പുണ്ട്, പക്ഷെ ഒന്നും തിന്നാൻ പറ്റിയല്ലോ. പിന്നെ ഞാനൊരു പാക്കറ്റ് റസ്ക് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ചേട്ടന് കൊടുക്കാനേ മാളു റസ്ക് ഗോതമ്പ്. അപ്പോൾ ബിസ്ക്കറ്റോ എന്നാൽ ഉണ്ണിക്കൂട്ടിന് കുറച്ച് ദിവസമായി കഞ്ഞി വെള്ളം മാത്രമേ ഉള്ളൂ. റസ്ക്കൊക്കെ നമുക്ക് തിന്നല്ലേ, എന്നാൽ എൻ്റെ കൊച്ചെന്നുള്ള റിസ്ക്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണീൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഒത്തിരി പേര് മെസ്സേജ് അയച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ചേച്ചി വിഷമിക്കേണ്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ വിശേഷം. ഇതാണ് സർജറി ഡേറ്റ് എടുത്ത് വന്നേക്കുവാണ്. ഇനി മൈക്ക് ഡോക്ടർ പോയി കണ്ടാൽ മതി. ആരെങ്കിലും വീട്ടിൽ നിന്ന് അച്ഛനെയോ ആരെങ്കിലും വിളിക്കണം കേട്ടോ ഡേറ്റ് ആകുമ്പോഴത്തേ. അല്ലെങ്കിൽ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ അന്നേരത്തേക്കും വരും കേട്ടോ. അന്നേരത്തേക്കും ലീവ് പറഞ്ഞ് വന്നാൽ മതിയല്ലോ കൊച്ചിൻ്റെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉണ്ണിക്കുട്ടൻ്റെ ഹോസ്പിറ്റൽ വിശേഷമൊക്കെയാണ് നമ്മുടെ വീഡിയോ. എല്ലാവരും ഇനി നമ്മളെ ഒന്ന് പരമാവധി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുള്ളൂ. എനിക്കിപ്പോൾ ഇത് യൂട്യൂബ് ചാനൽ കൊണ്ട് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ.
അപ്പോൾ നമ്മുടെ എല്ലാവരും ഒന്ന് പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ പറയണം. എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.